നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ അടങ്ങിയ ധവളപത്രം പുറത്തിറക്കി സർക്കാർ. ധവളപത്രം സർക്കാർ നിയമസഭയിലാണ് അവതരിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ UDF വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ധവളപത്രം പുറത്തിറക്കും എന്നത്. സർക്കാർ മേശപ്പുറത്ത് വച്ചിരിക്കുന്ന ധവളപത്രം ക്യാബിനറ്റ് അംഗീകരിച്ചതാണ്. ഔദ്യോഗിക രേഖയായിട്ടാണ് ഇത് സഭയുടെ മുന്നിൽ വന്നത്. എന്നാൽ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ചു വായടപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നുമായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ വീണിടത്ത് കിടന്ന് ഉരുളുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ധവളപത്രം തയ്യാറാക്കാൻ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചത് വലിയ ചട്ടലംഘനമാണെന്നും സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ തയ്യാറാക്കേണ്ടത് ധനകാര്യ വകുപ്പാണെന്നും ഇതിൽ ബാഹ്യമായ ഇടപെടലുകൾ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു രാഷ്ട്രീയ രേഖയാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും പ്ലാനിംഗ് ബോർഡ് മുൻ ഉപാധ്യക്ഷനുമായിരുന്ന KM ചന്ദ്രശേഖർ, പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ D നാരായണ, CDS ചെയർമാൻ ഡോക്ടർ വീരമണി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവരങ്ങൾ വിശകലനം ചെയ്തത്. മുൻകാലങ്ങളിൽ കെട്ടിപ്പൊക്കിയ സാമ്പത്തിക മിഥ്യകൾ തകർക്കാനും സംസ്ഥാനത്തിന്റെ അടിത്തറ ഭദ്രമാക്കാനും ഈ ധവളപത്രം സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5,07,00,000 രൂപയാണ്. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് ചെലവാകുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 2025 കേരളം 262 ദിവസം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിലും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിലുമായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നിട്ടുണ്ട്. KSRTC, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണമായിരിക്കുന്നത്. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു ധനമന്ത്രി. അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമം കൊണ്ടുകൂടിയാണ് 53,120 കോടിയോളം രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റായി കേരളത്തിന് ലഭിച്ചത്. 16ാം ധനകാര്യ കമ്മീഷൻ ഒരു സംസ്ഥാനത്തിനും ഈ ഗ്രാന്റ് അനുവദിച്ചില്ല. അത് പൂർണ്ണമായും നിർത്തലാക്കി. ഇതോടൊപ്പം പ്രത്യേക പദ്ധതികൾക്കും സംസ്ഥാനങ്ങൾക്കുമായി പണ്ട് കൊടുത്തു വന്നിരുന്ന ഫണ്ടുകളും നിർത്തലാക്കിയിരുന്നു. ഇത് കേരളത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. ഫലത്തിൽ ധനകാര്യ കമ്മീഷൻ വഴി ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സഹായം ഇല്ലാതായിരിക്കുകയാണ്. വിപണിയിൽ വലിയ ഒരു മാന്ദ്യമുണ്ട്. കേരളം ഒട്ടാകെ ആയിരക്കണക്കിന് ചെറുകിട കച്ചവടങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ധനകാര്യ ഞെരുക്കമാണ് മുഖ്യ കാരണം. അതോടൊപ്പം രാജ്യാന്തര സാഹചര്യങ്ങൾ സൃഷ്ടിച്ച തിരിച്ചടി കാരണം ആളുകൾ ചെലവുകൾ ചുരുക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് വിപണിയിലേക്ക് എത്തുന്ന പണത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതും നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഫലത്തിൽ സംസ്ഥാന സർക്കാർ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കർശനമായ ചില നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മുൻ സർക്കാർ ചെയ്തതിനെല്ലാം തന്നെ പ്രതിവിധി കണ്ടെത്തേണ്ടത് ഇപ്പോഴുള്ള സർക്കാർ തന്നെയാണ്. മദ്യം, ഭാഗ്യക്കുറി, പെട്രോൾ, മോട്ടോർ വാഹനങ്ങൾ എന്നീ 4 ഇനങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തിന്റെ 61% തനത് വരുമാനം സമാഹരിക്കപ്പെടുന്നത്. ഇവയിൽ തന്നെ ചുറ്റിത്തിരിയുന്ന ധനകാര്യം മാറിയേ തീരൂ. ഭയങ്കരമായ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ സർക്കാരിന് കഴിയണം. പെട്രോളിന്റെ വില അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെയ്തതുപോലെ പെട്രോളിന്റെ സെസ് എടുത്തു കളയുകയോ അതിന്മേലുള്ള വിൽപ്പന നികുതി കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയൂ. അങ്ങനെ വന്നാൽ പക്ഷേ പെട്രോളിൽ നിന്നുള്ള വരുമാനം കുറയും. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുക എന്ന വലിയ വെല്ലുവിളി VD സർക്കാരിനുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഗുണഭോക്താക്കൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാകണം. സമ്പന്നരും മധ്യവർഗവും
താൽക്കാലികമായിട്ടെങ്കിലും സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള സൗജന്യങ്ങളിൽ നിന്ന് സ്വമേധയാ വിട്ടുനിൽക്കാൻ തയ്യാറാകണം. പാചകവാതക സിലിണ്ടറിന്റെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആഹ്വാനത്തോട് വളരെ അനുകൂലമായാണ് പൊതുസമൂഹം പ്രതികരിച്ചത്. ആ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. നിലവിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടാതെ സാർവത്രിക സൗജന്യങ്ങളുമായി സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പൊതുജനങ്ങളോട് അഭ്യർത്ഥന നടത്തണം. ദരിദ്ര വിഭാഗത്തിന് ലഭിക്കുന്ന സൗജന്യത്തിൽ പങ്കുപറ്റുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുക തന്നെ വേണം. അതുപോലെ സമ്പന്നരും മധ്യവർഗവും സ്വയം ഇത്തരം സൗജന്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബോധവാന്മാരാകേണ്ടതുണ്ട്. കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ തികച്ചും വേണ്ടെന്ന് വെക്കണം എന്ന് പറയുന്നില്ല. ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതുമായ കാര്യങ്ങൾക്ക് മാത്രമായി അത് പ്രയോജനപ്പെടുത്തുക. 10-15 വർഷം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകുമായിരുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ഇടിച്ചു കളയുന്ന സമീപനം തീർച്ചയായും മാറ്റണം. പല കെട്ടിടങ്ങളും പൊളിച്ച് പുതിയ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി. പക്ഷെ പലയിടത്തും കുട്ടികൾ കുറയുന്ന സ്ഥിതിയാണ്. അതോടെ ഈ കെട്ടിടങ്ങളെല്ലാം ഉപയോഗശൂന്യമാവുകയും ചെയ്തു. മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞ് പലയിടത്തും ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ പാഴായി പോയിട്ടുണ്ട്. അവിടെ പലപ്പോഴും ഒരു കളിയും നടക്കാറില്ല. അങ്ങനെ പൊതുവിഭവങ്ങൾ വൻതോതിൽ പാഴാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കിഫ്ബി അധപതിച്ചു പോയിട്ടുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ല. സർക്കാർ ഓഫീസുകൾക്ക് എല്ലായിടത്തും പുതിയ കെട്ടിടങ്ങൾ പണിയുകയല്ല വേണ്ടത്. അവ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ സാധ്യതയും പരീക്ഷിക്കണം. കേരളത്തിൽ ആദ്യമായല്ല ഇത്തരം ധവളപത്രം ഇറക്കുന്നത്. ഇതിനു മുൻപ് 4 സർക്കാരുകൾ സാമ്പത്തിക ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. ഒരു സർക്കാരിന്റെ കൃത്യമായ സാമ്പത്തിക നിലവാരം, വരുമാന സ്രോതസ്സുകൾ, കടബാധ്യതകൾ, ഭാവിയിലെ സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ വ്യക്തമാക്കുകയാണ് ധവളപത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ട്രഷറിയിലെ പണലഭ്യത, റവന്യൂ കമ്മി, സംസ്ഥാനത്തിന്റെ ആകെ കടം എന്നിവയുടെ കൃത്യമായ കണക്കുകൾ ധവളപത്രത്തിൽ രേഖപ്പെടുത്തും. നികുതി പിരിവിലെ പോരായ്മകളും തടസ്സപ്പെട്ട് കിടക്കുന്ന പദ്ധതികളും ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളെയും നിയമസഭയെയും സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ധവളപത്രത്തിന്റെ ലക്ഷ്യം. കേരളത്തിൽ സാധാരണയായി പുതിയൊരു സർക്കാർ അധികാരമേൽക്കുമ്പോഴാണ് മുൻ സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വിലയിരുത്താൻ വേണ്ടി ധനകാര്യ ധവളപത്രങ്ങൾ പുറത്തിറക്കാറുള്ളത്. 1987 കേരളത്തിൽ ആദ്യമായി ധവളപത്രം ഇറക്കിയത്. E.K. നായനാർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ധനമന്ത്രി വിശ്വനാഥ മേനോനാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയാകെ കെ കരുണാകരൻ സർക്കാർ തകർത്തുപോയി എന്ന് ആരോപിച്ചായിരുന്നു ആ ധവളപത്രം. 2001 A.K. ആന്റണി സർക്കാർ അധികാരമേറ്റപ്പോൾ അന്നത്തെ ധനമന്ത്രി കെ ശങ്കരനാരായണനും വൈറ്റ് പേപ്പർ പുറത്തിറക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ആന്റണി സർക്കാർ ധവളപത്രം ഉപയോഗിച്ചു. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെ 32 ദിവസം നീണ്ട സർക്കാർ ജീവനക്കാരുടെ വൻ പ്രക്ഷോഭത്തിന് കാരണമായതും ഈ ധവളപത്രമായിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റപ്പോഴും ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ധനമന്ത്രിയായിരുന്ന KM മാണിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. 2016 ഒന്നാം പിണറായി സർക്കാരും ധവളപത്രം ഇറക്കി. TM തോമസ് ഐസക്കാണ് ധവളപത്രം അവതരിപ്പിച്ചത്. ഇനിയിപ്പോൾ VD സതീശൻ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത് കേരളത്തിന്റെ 5ാം ധവളപത്രമാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം എന്താണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെന്ന് മനസ്സിലാക്കാനും മുന്നിലുള്ള വെല്ലുവിളികൾക്ക് എന്ത് പരിഹാരമെന്നും ധവളപത്രത്തിലൂടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. മലയാളി വാർത്ത ഇൻസൈറ്റ്.